നമുക്കറിയാം നമ്മളുടെ ഡ്രീംസ് പലപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് തകർന്നു പോകാറുള്ളതിൻ്റെ റീസൺ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു സ്ട്രാറ്റജി ഇല്ലാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ബേസിക്സ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഞാൻ ഈ ഡ്രീമുമായി പോകുന്നതിൻ്റെ റീസൺ എന്തിനാണ്, അല്ലെങ്കിൽ ഈ ഡ്രീം കൊണ്ട് എനിക്ക് എന്താണ് സംഭവിക്കാനുള്ളത്, ഇതുകൊണ്ട് മറ്റുള്ളവർക്ക് ഞാൻ എന്ത് ഉപകാരമാണ് ചെയ്തു കൊടുക്കാനുള്ളത്, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് ഇല്ലാതെ ആകുമ്പോഴാണ് നമുക്ക് ഈ ഡ്രീമുമായി മുന്നോട്ട് പോകാൻ കുറേ ബ്ലോക്സ് ഉണ്ടാവുക. അതായത് ബേസിക്കായിട്ടുള്ള ഒരു അടിത്തറയില്ല. ഞാൻ ടീച്ചറാകുന്നു, ഞാൻ എന്തിന് ടീച്ചറാകണം? എൻ്റെ അമ്മ പറഞ്ഞു ടീച്ചറാകാൻ, അതുകൊണ്ട് ഞാൻ ടീച്ചറായി. ഷീ ഈസ് നോട്ട് എ ഗുഡ് ടീച്ചർ ദെൻ. അതേപോലെ ഡോക്ടറായി, എൻ്റെ ഫാമിലിയിൽ നിന്നുള്ള പ്രഷർ കൊണ്ട് എനിക്ക് ഡോക്ടറാവേണ്ടി വന്നു. മേ ബി നല്ല സർവീസ് കൊടുക്കുന്നുണ്ടാവും, പക്ഷേ ആത്മാർത്ഥമായി നമുക്ക് പണിയെടുക്കാനോ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒരു എക്സോസ്റ്റഡ് ഫീലിംഗ് ഒക്കെ നമുക്ക് വരാം. പക്ഷെ അതേസമയം അത്രയും ആഗ്രഹിച്ചിട്ട് എനിക്ക് അതിൻ്റെ ഒരു ജനറേഷൻ എനിക്ക് ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഒരു ടീച്ചറാവുന്നത്. അതേപോലെ അതേ ആഗ്രഹത്തിലാണ് ഒരു ഡോക്ടറാകുന്നതെങ്കിൽ അവിടെ ആത്മാർത്ഥതയും അതിൻ്റെ റിസൾട്ടും ഹോണസ്റ്റിയും എല്ലാം അവിടെ കൂടുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് തന്നെയാണ് നിങ്ങളുടെ ഡ്രീംസും. നിങ്ങളുടെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ സ്ട്രോങ് ആണെങ്കിൽ നിങ്ങളുടെ ഡ്രീംസ് എത്ര കഷ്ടപ്പെട്ടാലും പൊളിഞ്ഞു പോകില്ല. അത് ഗ്യാരണ്ടിയാണ്.